കുണ്ടലിനി ഉയർന്ന ഏതൊരാൾക്കും അത് അനുഭവിച്ചറിയാൻ പറ്റും. ഇപ്പം 70-75 വർഷമായി രമണ മഹർഷി സമാധി പോയിട്ട്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, പക്ഷെ ഇന്ന് എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഗോപൻ സ്വാമിയുടെ സമാധി എല്ലാം കഴിഞ്ഞപ്പോൾ മകൻ പറയുന്നത് ഇവിടെ 41 ദിവസം ശേഷം ലിംഗപ്രതിഷ്ഠ നടത്തും, ഭക്തജനങ്ങൾക്ക് വരാം, പ്രാർത്ഥിക്കാം. എന്തിനാണ് ഈ സമാധികളിൽ ലിംഗപ്രതിഷ്ഠ നടത്തുന്നത്? സമാധി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും. ഇന്നത്തെ കാലത്ത് കൂടുതൽ അതൊരു ബിസിനസ്സാണ്. അതെ, നല്ല ബിസിനസ് ഉള്ള പരിപാടിയാണ്. ഇപ്പൊ രമണ മഹർഷി തന്നെ ഒരു പ്ലേസിൽ സമാധി ആയിട്ടുള്ളൂ. ഇങ്ങനെ ഒരു നാഗം ഇരിക്കുന്നു. ആ നാഗം ഒരു ദിവസം നമുക്ക് ഇരിക്കാം. ഇരുന്ന് കഴിഞ്ഞിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിങ്ങനെ അവരുടെ നട്ടലിൽ നിന്ന് ഒരു കുണ്ടലിനി ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞു. അണ്ണാ അങ്ങനെ നിങ്ങൾ കോൺസെൻട്രേഷൻ്റെ അവർ ഇത് ചോദിക്കുമല്ലോ. അപ്പോൾ പറഞ്ഞു അതൊരു സംഭവം ഉണ്ടെണ്ണ, നമുക്കതൊരു മോട്ടർ വെച്ച് കഴിഞ്ഞാൽ അത് വൈബ്രേറ്റ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടാവും, ആരും അറിയത്തില്ലെന്ന്. മനസ്സിലായി? അപ്പോൾ ഫോറിനെ അവർ കാണുമ്പോൾ ഇങ്ങനെ കുറച്ച് ആ രീതിയിൽ താഴെ പോകും. എന്നുവെച്ചാൽ ഇവർ വിചാരിക്കുന്ന വെച്ചാൽ സ്പിരിച്വലി ഉള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് ഈ വൈബ്രേഷനോ കാര്യങ്ങളൊക്കെ തന്നെ. ക്രൈസ്തവ ദേവാലയത്തെ പറ്റി കുറെ വാർത്തകൾ കിട്ടും. അവിടെ ചെല്ലുന്നവർക്കൊക്കെ MDMA കലക്കി കൊടുത്തിട്ട് അവരെ വേറെ അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. ഞാൻ ഇവരെ വിളിച്ചിട്ട് എനിക്ക് ആ ദേവാലയം ഒന്ന് അപ്പോൾ സാധാരണക്കാർക്ക് അവിടെ ദേവാലയത്തിൽ സന്ദർശിക്കാൻ പറ്റില്ല. അവരുടെ സംവിധാനങ്ങൾ വലിയ സംവിധാനം, അമൃതാനന്ദമഠത്തിൽ പോലും കാണാത്ത സംവിധാനങ്ങൾ ഒരുക്കിയിട്ടിരിക്കുക. ഹൈന്ദവാചാര പ്രകാരം ഒരാൾ മരിച്ചാൽ അയാളുടെ ഭൗതിക ശരീരം പഞ്ചഭൂതങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത്. സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ ഹൈന്ദവാചാരത്തിൽ വിശ്വസിക്കുന്ന കുടുംബമാണെങ്കിൽ ഒന്നെങ്കിൽ അഗ്നിക്കിരയാക്കും, ചില സമുദായങ്ങളിൽ അത് മണ്ണിലേക്ക് അടക്കം ചെയ്യും. ഇതാണ്. പക്ഷെ ഗുരുക്കന്മാർ, ശിഷ്യപരമ്പരയുള്ള ഗുരുക്കന്മാരുടെ ഭൗതിക ശരീരം പത്മാസനത്തിലിരുത്തി അവിടെ ഭസ്മവും കർപ്പൂരവും അടങ്ങുന്ന സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മൂടി അവിടെ ഒരു പ്രത്യേക അറ തീർത്ത് ഒന്നുകിൽ ഭൂമിക്കടിയിലോ അല്ലെങ്കിൽ ഭൂമിക്ക് മുകളിലോ അല്ലെങ്കിൽ ജലസമാധിയോ ഒക്കെ ആയി സൂക്ഷിക്കുന്ന കണ്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണത്? അങ്ങനെ സാധാ ഒരു മനുഷ്യൻ പ്രാണം വിടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് ഏത് മരണമാണെങ്കിലും മരണത്തിന് പല തലങ്ങളുണ്ട്. അത് ആ രീതിയിൽ പോകുന്നത് പോലെ ഇരിക്കും ജീവൻ. ഒരു വ്യക്തി കത്തിക്കുന്നതിൻ്റെ എന്താ, കത്തിക്കുകയാണെങ്കിൽ 4 മണിക്കൂറിനകം കത്തിക്കണം. കത്തിച്ചാൽ മാത്രമേ ആ ക്രിയ ചെയ്യുന്നില്ല. ഒരു ബലികർമ്മം എന്ന് പറയുന്നൊരു ക്രിയ ഒരു ഉയർന്ന പ്രോസസ്സാണ്. 4 മണിക്കൂറിനുള്ളിൽ ദഹിപ്പിക്കണം. എപ്പോഴും അതാണ് തന്ത്രയുടെ മാർഗം. അല്ലെ ആ പ്രാണൻ കുറെ പ്രശ്നങ്ങൾ. ഈ സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് 2 ദിവസം ഒന്ന് ഫ്രീസറിൽ വെക്കണം, ആരെങ്കിലും ഒക്കെ പുറത്തുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പത്തനംതിട്ട ജില്ലയിലൊക്കെ അങ്ങയോട് ഞാൻ പറയാം, എൻ്റെ പിതാവ് മരിച്ചത് ഇപ്പോൾ 1 വർഷം മുമ്പാണ്. അപ്പം ഞാനൊരു 1 മണി സമയത്താണ്, നൈറ്റിലാണ് വിളിച്ചിട്ട് പറയുന്നത് അച്ഛൻ മരിച്ചെന്ന്. അപ്പോൾ പെട്ടെന്ന് അച്ഛൻ മരിക്കുന്ന സമയത്ത് നമുക്ക്, എൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ദഹിപ്പിക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദ്യം ചോദിച്ചു, എന്തിനാണ് വരണ്ടേ, അവർ വരണ്ടേ, ഇവർ വരണ്ടേ എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ അത് എനിക്ക് പ്രാണനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് 4 മണിക്കൂർ മുമ്പ് ചെയ്യാമെന്ന്. ഒരു വ്യക്തിക്ക് ഇപ്പോൾ എല്ലാവരും പറയും ഇലയിടും, എള്ളിടും, പൂടും എന്നൊക്കെ പറയും. അത് ഒരു ബീഡി വലിച്ചുകൊണ്ടെന്നായിരിക്കും പറയുന്നത്. അവർ പറയും ശവം കത്തിക്കുന്നവരല്ല, അപ്പോൾ അവർക്ക് അതൊക്കെ വേണ്ടേന്ന് പറയുന്നവരും ഉണ്ട്. അതൊരു പ്രോസസ്സാണ്, അതൊരു താന്ത്രികമാണ്. പ്രാണനെ അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം ആ രീതിയിൽ നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഊർജം ആ ശരീരത്തിൽ നിന്ന് പിൻവലിയുന്ന സമയത്ത് ഒരു രീതിയുണ്ട്. അതിൻ്റെ മുമ്പ് അത് കത്തിച്ചളയണം. അതേസമയം ഒരു വ്യക്തി സമാധി പോകുന്ന കുണ്ടലിനി ചൈതന്യം ഉയർന്നാ പോകുന്നത്. കുണ്ടലിനി ചൈതന്യം ഉയർന്നു പോവാണ്. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തി. നമ്മളൊരു ക്ഷേത്രത്തിൽ ലിംഗം വെച്ച് പൂജിക്കുന്നു, അല്ലെങ്കിൽ മുരുകനെ വെച്ച് പൂജിക്കുന്നു. ഇതൊക്കെ തന്നെ ഒരു ഊർജ്ജമാണ്. അതേപോലെ തന്നെ ആ ഒരു ഊർജം അവിടെ എന്നും നിലനിൽക്കും. ആ ഊർജം എന്നും ആ രീതിയിൽ നിലനിൽക്കും. ആ ഊർജത്തിൽ കുണ്ടലിനി ഉയർന്ന ഏതൊരാൾക്കും അത് അനുഭവിച്ചറിയാൻ പറ്റും. ഇപ്പം 70-75 വർഷമായി രമണ മഹർഷി സമാധി പോയിട്ട്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, പക്ഷെ ഇന്ന് എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റും. തിരുവണ്ണാമല പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രപഞ്ചവുമായുള്ള കണക്ഷൻ, എനർജിയൊക്കെ നമുക്ക് മനസ്സിലാവും. എല്ലാം നമുക്ക്. എന്തിന്, ഞാൻ തിരുവണ്ണാമല എത്തിക്കഴിയുമ്പോൾ ഞാനൊരു പ്രോഗ്രാം വെക്കും, ബ്രാഹ്മി 21 days. അപ്പം ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ പുതിയൊരാൾ നമ്മുടെ സാധനയിൽ വന്ന ഒരാളുണ്ട്. അവരാദ്യമായിട്ട് തിരുവണ്ണാമല അനുഭവിച്ചതിന് ശേഷമാണ് അറിയുന്നത് അതാന്നുള്ളത്. അപ്പം ഞാൻ തിരുവണ്ണാമല ഇരുന്നാൽ പോലും ആ ഊർജം ലോകത്തിൻ്റെ പല വക്കിലിരിക്കും. UK ഇരിക്കുന്നവർക്കും ബാംഗ്ലൂർ ഇരിക്കുന്നവർക്കും കേരളത്തിലിരിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. അതേസമയം ഗുരുവായൂർ വരുമ്പം ഞാൻ പറയാതെ പോലും ഇവർ പറയും ഗുരുജി ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കും. അവിടുത്തെ കമ്പനം നഷ്ടപ്പെടുമ്പോൾ എന്നോട് ചോദിക്കുന്ന ഗുരുജി ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കും. അത് ഊർജ്ജത്തെ അറിയുന്നതുകൊണ്ടാണ്. ഇപ്പോൾ രമണ മഹർഷിയെക്കുറിച്ചൊക്കെ ഞാൻ കേൾക്കുന്ന സമയത്ത് ഒരു വയസ്സൻ ആരും ഒന്നും പഠിപ്പിച്ചിട്ടില്ല, ചുമ്മാ ഇരിക്കുമെന്ന് പറഞ്ഞു. എനിക്കൊരു പുച്ഛമായിരുന്നു. ശരിക്കും ആദ്യ സമയത്ത് നല്ല പുച്ഛമായിരുന്നു. ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു. എപ്പോഴും ഗുരു ആവുമ്പോൾ മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ പോണ്ടേ, അങ്ങനെയൊക്കെ അല്ലേ എന്നൊക്കെ ചിന്ത നമുക്കൊരു ഇതുണ്ടല്ലോ. നമ്മുടെ കണ്ണിൽ എപ്പോഴും ഈശ്വര സബ്ഗുരു, ശ്രീ രേഷു ഇവരൊക്കെ നല്ലൊരു മറ്റുള്ളവർ ഇടപെടുന്നു ആ രീതിയിൽ. അങ്ങനെയൊക്കെ അവരെയാണ് നമ്മൾ കുറച്ച് ഗ്രേറ്റ് ആയിട്ട് കാണുന്നത്. രമണ മഹർഷി അടുക്ക ചെന്നപ്പോഴാണ് ഇത്രയും വലിയൊരു യോഗീവര്യൻ
ഇല്ല എന്നുള്ളൊരു ഉണ്ട്. അദ്ദേഹം പറയാതെ പോലും തന്നെ നമ്മൾ അനുഭവിക്കണം ഊർജ്ജം. ഞാൻ കുറെ ഗുരുക്കന്മാരെ സമാധി പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരാളെ കുറിച്ച് മറ്റൊരാൾ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ അത് ഫീൽ ചെയ്യും. അതാണ് ഏറ്റവും വലിയ, അത് നമ്മുടെ ഏറ്റവും ഒരു സ്റ്റേറ്റ്. അതിനുശേഷം തിരുവണ്ണാമല വന്നതിന് ശേഷം ഒരു പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്തു, ബ്ലിസ് ഓഫ് കോൺഷ്യസ്. അവിടുന്ന് തന്നുണ്ടായ അവിടുത്തെ ബ്ലിസ്സാണ്, അവിടുത്തെ ഒരു കോൺഷ്യസ് സ്റ്റേറ്റും നമുക്കത് പറഞ്ഞറിയിക്കാം. അപ്പൊ രമണ മഹർഷി സമാധി പോയ ഊർജ്ജത്തെ അവിടെ ഒരു ലിംഗം വെച്ചിട്ടുണ്ട്, അവിടെയാണ് നമുക്ക് ഈ അനുഭവം ഉണ്ടാവുന്നത്. ഈ സമാധികളിൽ ലിംഗപ്രതിഷ്ഠ നടത്തുക എന്ന് പറയുന്ന ഒരു ആചാരമാണോ? ഇന്ന് ഈ ഗോപൻ സ്വാമിയുടെ സമാധി എല്ലാം കഴിഞ്ഞപ്പോൾ മകൻ പറയുന്നത് കേട്ടു, ഇവിടെ 41 ദിവസങ്ങൾക്ക് ശേഷം ലിംഗപ്രതിഷ്ഠ നടത്തും, ഭക്തജനങ്ങൾക്ക് വരാം പ്രാർത്ഥിക്കാം. എന്തിനാണ് ഈ സമാധികളിൽ ലിംഗപ്രതിഷ്ഠ നടത്തുന്നത്? അവിടെ ഒരു ഊർജ്ജം ഉണ്ടെങ്കിൽ അനുഭവിച്ചറിയാൻ പറ്റും. ഇനി അതേസമയം അത് ഓരോ ഊർജ്ജം, ഇപ്പൊ രമണ മഹർഷി സമാധിയോടെ അവിടെ ശിവലിംഗമാണെങ്കിൽ അവിടെ മുരുകന്റെ പൂജയാണ് നടക്കുന്നത്. ഈ സമാധികൾക്കൊരു ഡിഫറെന്റ് എനർജി. നാരായണ ഗുരുദേവന്റെയും രമണ മഹർഷിയുടെ ഊർജ്ജം ഒന്നല്ല. അപ്പൊ ചോദിക്കും ഇതെല്ലാം ബ്രഹ്മത്തിലേക്കല്ല അലിയുന്നതെന്ന്. എന്നാൽ പോലും ഇതിനൊക്കെ പല ഊർജ്ജ വ്യത്യാസങ്ങളും ഉണ്ട്. അപ്പോൾ ഒരിക്കലും അതിന്റെ ഒരു കുണ്ടലിന് ഉയർന്ന ആൾക്കറിയാൻ പറ്റും അവിടെ മുരുകന്റെ ഊർജ്ജ പ്രക്രിയയാണ്. അതുകൊണ്ട് ആ രീതിയിൽ വേണം. ശിവന്റെ ആണെങ്കിൽ ശിവന്റെ വരും. ഇനി ആ വ്യക്തി വെറുതെ ഒരു മരണം സംഭവിച്ചാണ് അവിടെ വല്ല മാന്ത്രിക പൂജ വെക്കണം. അത് കാലക്രമേണ അങ്ങനെ വരും. ഇപ്പൊ ഒരു ശിവലിംഗം വെച്ചാൽ പോലും അവിടെ ചിലപ്പം ചില പ്രക്രിയകളും ഉണ്ട്. അത് അങ്ങനെ സംഭവിച്ചാൽ ചിലപ്പോൾ കാളിയായി മാറും ഉടനെ. പ്രാണനാണ് ഇവിടെ ഇരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന എല്ലാം തന്നെ പല സോളുകളാണ്. അത് എവിടുന്ന് മണ്ടയ്ക്കൊന്നും വരുന്നതല്ല, അത് സോളുകൾ തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ ചില പ്രക്രിയകൾ ആ മനസ്സിലാക്കി ചെയ്യത്തുള്ളൂ. പിന്നെ എപ്പോഴും ഉണ്ടല്ലോ സമാധി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് കൂടുതൽ അതൊരു ബിസിനസ്സാണ്. അതെ, നല്ല ബിസിനസ് ഉള്ള പരിപാടിയാണ്. ഇപ്പൊ രമണ മഹർഷി തന്നെ ഒരു പ്ലേസിൽ സമാധി ആയിട്ടുള്ളൂ. പക്ഷെ ഇന്ന് പലരും പറയുന്നുണ്ട് മധുരയിൽ അവിടുത്തെ ഊർജ്ജമുണ്ട്, അവിടെ അങ്ങനെ പോവാം. അതൊരു കച്ചവട മാർഗമാണ്. സമാധി നേക്കും കുറെ ഫോറിനേഴ്സിനുള്ള തിങ്കിങ് വരും, അവിടെ അത്ര ഊർജ്ജമുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഒരാളെ മീറ്റ് ചെയ്തു, ഊട്ടിയിലുള്ള ഒരാളാ. അപ്പൊ അദ്ദേഹം ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇവിടെ ഹിമാലയ പോയപ്പോ ഒരു സംഭവം കണ്ടു. ഒരു ഇങ്ങനൊരു നാഗം ഇരിക്കുന്നു. ആ നാഗം ഒരു ദിവസം നമുക്ക് ഇരിക്കാം, ഇരുന്ന് കഴിഞ്ഞിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിങ്ങനെ അവരുടെ നട്ടലിൽ നിന്ന് ഒരു കുണ്ടലിനി ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞു. അണ്ണാ അങ്ങനെ നിങ്ങൾ കോൺസെൻട്രേഷൻ്റെ അവര് ഇത് ചോദിക്കുമല്ലോ. അപ്പോൾ പറഞ്ഞു അതൊരു സംഭവം ഉണ്ടെണ്ണ, നമുക്കതൊരു മോട്ടർ വെച്ച് കഴിഞ്ഞാൽ അത് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവും, ആരും അറിയത്തില്ല. മനസ്സിലായി? അപ്പൊ അവര് കാണുമ്പോൾ ഇങ്ങനെ കറച്ച ആ രീതിയിൽ താഴെ പോകും. എന്നുവെച്ചാൽ ഇവര് വിചാരിക്കുന്ന വെച്ചാൽ സ്പിരിച്വലി ഉള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് ഈ വൈബ്രേഷനോ കാര്യങ്ങളൊക്കെ തന്നെ നാച്ചുറലായിട്ട് സൃഷ്ടിക്കാൻ പറ്റത്തില്ലെന്ന്. അതെന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാന്ന്. ഇപ്പൊ നമ്മുടെ ഈവന്റ് വന്നാൽ പോലും നമുക്കൊരു കാര്യം പുകയ്ക്കാൻ പോലും മടിയാ. നാളെ ഇനി അവിടെ കിടക്കുന്ന ആൾക്കാർ ഇങ്ങനെ മലന്നും പിടിച്ച് കിടക്കുന്ന ആൾക്കാർ ഇനി വല്ല മയക്കുമരുന്ന് MDMS എല്ലാം ഊതിപ്പിച്ചെല്ലാം താഴെ വീണ് അങ്ങനെ ചിന്തിക്കും. പേടി ഓരോ കാര്യം. ഇതൊന്നും ശരിക്കും ഉണ്ടല്ലോ. ഞാനത് അടുത്തൊരു ക്രൈസ്തവ ദേവാലയത്തെ പറ്റി കുറെ വാർത്തകൾ കിട്ടും. അവിടെ ചെല്ലുന്നവർക്കൊക്കെ MDMA കലക്കി കൊടുത്തിട്ട് അവരെ വേറെ അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. ഞാൻ ഇവരെ വിളിച്ചിട്ട് എനിക്ക് ആ ദേവാലയം ഒന്ന് അപ്പൊ സാധാരണക്കാർക്ക് അവിടെ ദേവാലയത്തിൽ സന്ദർശിക്കാൻ പറ്റില്ല. അപ്പൊ അവർ പറഞ്ഞു വന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ പോയി ഇവരോടൊപ്പം, ഇവരെന്നെ അവിടെ കൊണ്ടുപോയി എല്ലാം കാണിച്ചു തന്നു. അവരെ ഒരു ഇടത്തിൽ മാത്രമാണ്, ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, പ്രവേശനമില്ലാത്തത്. അപ്പൊ ഇവരുടെ പ്രാർത്ഥനാ ഹാള്, അവരുടെ സംവിധാനങ്ങൾ, വലിയ സംവിധാനങ്ങൾ, അമൃതാനന്ദമഠത്തിൽ പോലും കാണാത്ത സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കും. വരുന്ന ഭക്തരെ കൊണ്ടുവരാനുള്ള ബസ്സുകൾ, വാഹനങ്ങൾ, അവരുടെ ആഹാരം. അപ്പൊ ഞാൻ ഈ കിച്ചണിൽ ചെന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് തമാശ മറ്റേ ഒരു ചെറുപ്പക്കാരനാണ്, അപ്പൊ എനിക്ക് തമാശ പറയാം എന്നുള്ള സ്വാതന്ത്ര്യമായി. ഇവിടെയാണോ നിങ്ങൾ ഈ MDMA കലക്കി കൊടുക്കുന്നത്? എന്നോട് അതേ പറയാം, ഇത്രയും പേർക്ക് MDMA കലക്കി കൊടുക്കാനുള്ള കാശുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാണ് സംഭാവനകൾ ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ എന്ന് പറയുന്നത് പൊതുവെ ഉള്ള ഇപ്പോ ചില പ്രാർത്ഥനാ യോഗങ്ങളില് അല്ലെങ്കിൽ അമൃതാനന്ദമയി മഠം പോലെയുള്ള മഠങ്ങളിലൊക്കെ അവര് ഭക്തിയുടെ ഒരു പരമാനന്ദത്തിലേക്ക് എത്തുമ്പോൾ ആളുകൾ പറയും ഡ്രഗ്സ് ആണെന്ന് പറയും. തീർച്ചയായും. അങ്ങനെ ഞാൻ പറയട്ടെ, നമ്മുടെയൊക്കെ ഈവെന്റിലാണെങ്കിൽ പോലും ആദ്യം ഒരു ഈവെന്റ് അടുത്ത് ഗുരുവായൂർ വെച്ചാൽ അന്ന് കുറെ പേര് വന്നു. അന്ന് ക്യാമറ ഇല്ല. അപ്പൊ ക്യാമറയുടെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ലൈവ് ഈവെന്റ് നടത്തുന്നത്. അപ്പൊ ഞാനിങ്ങനെ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് അവിടെ ഈ സംഭവങ്ങളൊക്കെ തന്നെ ഇന്ന് നമ്മുടെ ഈവെന്റിൽ കാണുന്ന എല്ലാം സംഭവിക്കുന്നുണ്ട്. പൊട്ടിത്തെറിയ രീതിയിലുള്ള എല്ലാം ഉണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ക്യാമറയെ കുറിച്ചുള്ള ചിന്ത വരുന്നത്. എന്ത് ചെയ്യാം, വീഡിയോ എടുക്കാം, ഇതെന്തായാലും ഒരു ആൾക്കാർ അറിയേണ്ട സംഭവമാണ്, അപ്പൊ വീഡിയോ എടുക്കാന്ന്. ഇന്ന് പോലും വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ക്യാമറമാൻ വന്നിട്ട് അവിടെ ഇവിടെ കാണിക്കും. ഞാൻ പറയും ലൈറ്റ് ഓഫ് ആക്ക്. അല്ല, അവിടെ ലൈറ്റ് പോലും ഇടാറില്ല. നമുക്ക് അത്രയും വലിയൊരു ഹോട്ടലാണ്, അവിടെ ലൈറ്റ് ഇടാൻ വേണേ. പക്ഷെ നമ്മൾ ലൈറ്റ് പോലും ഓഫ് ആക്കുക. എന്തിനാ? അവരതിൻ്റെ കമ്പനം വേണം. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നു, എനിക്ക് ഉറക്കമില്ല എന്നുകൊണ്ട് എനിക്ക് കൂടുതൽ ഉറക്ക ക്ഷീണം വന്ന് കൂടുതൽ കമ്പനത്തെ സൃഷ്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വ്യക്തി കൂടുതൽ
ആ അവസ്ഥയിലേക്ക് എത്തണം. ഇതൊരു അവസ്ഥ അവരനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ചില ആളുകൾ ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു അവസ്ഥയിലേക്ക് ശബ്ദം കൊണ്ട് ഇപ്പം ക്ഷേത്രങ്ങളിൽ സപ്താഹയൊക്കെ നടക്കും. അപ്പോൾ ചില ആചാര്യന്മാരുടെ സപ്താഹയജ്ഞ വേദിയിലൊക്കെ ചെന്നാൽ വൈകുന്നേരത്തെ ദീപാരാധന ഒരു സാധാ ദീപാരാധനയാണ്. അവരൊരു മണിയടിക്കുന്നു, കുറച്ചുപേര് വായ്ക്കുരവ് ഇടുന്നു, ചിലപ്പോൾ ഒരു നാദസ്വരം ഉണ്ടാവും, അത് റെക്കോർഡ് ഇടും.